എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്. താങ്ക് യു ഫാദർ. കരം ഉയർത്തണമെന്ന് നിർബന്ധമില്ല, കരം ഉയർത്താം. എന്താണെങ്കിലും നമ്മുടെ ശ്രദ്ധ എങ്ങും പോകരുത്. കൈ വേദനിക്കുന്നെങ്കിൽ കൈ താത്തിടാം, ഒരു പ്രോബ്ലം ഇല്ല. എന്നാൽ ഹൃദയം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ ഭാഷ. ഞാൻ ഈ ഭാഷ ഇല്ലെങ്കിൽ ഒരു പ്രയാസവും വേണ്ട, കർത്താവിനെ സ്തോത്രം ചെയ്താൽ മതി, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവെ അങ്ങനെ നടത്തണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായകനെ നൽകും. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. കർത്താവിൻ്റെ വരവിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കഷ്ടതയുടെയും പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയാണ്. വരുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായകനെ തന്നിരിക്കുക. Some people utilize it, some people don't utilize it. ചിലർ അതിനെ ഉപയോഗിക്കുന്നു, ചിലർ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. But those who utilize it are the ones who become champions in this world. ഈ അനുഭവങ്ങൾ പ്രയോജനമാക്കുന്നവരാണ് ജീവിതത്തിൽ ചാമ്പ്യന്മാരാകുന്നത്. All those who are watching me all around the world, all over India, just worship him in the spirit wherever you are. ഭാരതത്തിലാകട്ടെ, ലോകമെമ്പാടും ലൈവായിട്ട് കാണുന്നവരാകട്ടെ, എവിടായിരുന്നാലും ആത്മാവിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. Wherever you are, the presence of God hovers over you. എവിടെയായിരുന്നാലും കൊള്ളാം, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. It is your attitude, your expectation that brings in the power of God. ദൈവശക്തി നമ്മുടെ മേൽ ആരാധിക്കുന്ന സമയത്ത് കൊണ്ടുവരുന്നത് എന്തുമാത്രം വാഞ്ചയുണ്ടോ അതിനനുസരിച്ചാണ്. Many people are just ritualistic. It is not. It is a thirst. It is a desire. ചില ആൾക്കാർ ഒരു പതിവ് ആചാരം ചെയ്യുന്ന പോലെയാണ് ആരാധിക്കുന്നത്. അവർക്ക് ഒരു അനുഭവം ഉണ്ടാകത്തില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ അകത്തെ ആ ദാഹമാണ് ആത്മനിറവുണ്ടാകുന്നത്. I really need your presence. കർത്താവേ, എനിക്ക് അങ്ങയുടെ വലിയ സാന്നിധ്യം. I need your glorious presence. കർത്താവേ, എനിക്ക് അവിടുത്തെ വലിയ സാന്നിധ്യം. I want to taste your presence. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് രുചിക്കണം. Oh my Jesus. യേശുവേ, I love you Father. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Thank you my Jesus. യേശുവേ, നന്ദി കർത്താവേ. Everyone worship him and hallelujah.
you, Jesus. എല്ലാവരും അന്യഭാഷയെ തന്നെ. Oh, come on, explode in the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ the holy, the mighty presence of the Holy Spirit, the mighty glorious wave of the Holy Spirit. Let it touch lives. Re babalariani anduru gosekele rebeke. Re dalari kani andura dareke. Re kali andura. Come on, come on, come on. Ellarum. Oro koloro shandara roboshi kurava sandare. Oh, re shagalara basandari dilireke anduru shube. Everyone, 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 everyone. എല്ലാവരും ചേർന്ന് ആത്മാവിൽ സ്തുതിച്ചാട്ടെ. Everyone watching us, everyone. ലോകത്തെല്ലായിടത്തും എല്ലാ ഭവനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന Let the presence fill every place. നിങ്ങളുടെ സ്ഥലങ്ങളെ ആത്മാഭിഷേകം നിറയ്ക്കട്ടെ. In the presence of God there is healing. ദൈവത്തിന്റെ ആത്മാ സാന്നിധ്യത്തിൽ സൗഖ്യങ്ങളുണ്ട്. Right now creative miracles are happening all around the globe, wherever everyone is watching. ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും സൃഷ്ടിപ്പിന്റെ രോഗസൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ നടക്കുക. Even now over here. ഇപ്പോൾ ഇവിടെ. Oh, let there be a perfect health in Jesus' name. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ. Jesus' name. യേശുവിന്റെ നാമത്തിൽ. Let the presence of God hover upon every of your issues. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഓരോ വ്യക്തിയുടെ മേലും വ്യാപരിക്കട്ടെ. He is the author and perfecter. Jesus is the perfecter. He will never leave you nor forsake you. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാ. അവൻ ഒരിക്കലും നിന്നെ കൈവിടില്ല. He will never leave you in between. He is a perfecter. വഴിക്കിട്ടിട്ടവൻ പോകയില്ല. പൂർത്തി വരുത്തുന്നവനെ കൂടെ ഇരിക്കും. If you give yourself to him as a good potter, he will make you the most glorious vessel of mercy. ഒരു നല്ല കുശവനായ അവിടുത്തെ കൈകളിൽ നിന്റെ ജീവിതമാകുന്ന മണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിമനോഹരമായ മാനപാത്രമാക്കി നിന്നെ മെനഞ്ഞെടുക്കും അവൻ. He is a perfecter. അവൻ സമ്പൂർത്തി വരുത്തുന്നവനാണ്. He is a perfecter. അവൻ പൂർണ്ണത കൊണ്ടുവരുന്നവനാണ്. And he has the help. We have the help of the Holy Spirit to help us. അതിനുവേണ്ടി നമ്മളെ പരിശുദ്ധിക്കാൻ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി കൂടെ നിൽക്കുക. Open your mouth and keep speaking in the Spirit. ആകയാൽ നമുക്ക് അഭിഷേകത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. Oh, Ramanaka Sekele. There is no limitation for you to worship, even though you are wearing a mask. ഇന്ന് ഒരു മാസ്ക് മുഖത്ത് കെട്ടിയിട്ടുണ്ടെങ്കിലും ആരാധിക്കുന്നതിൽ അന്തരംഗത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നതിൽ ഒരു പരിമിതിയുമില്ല. There is no limitation because your inner man is talking to the deep, is speaking to the deep. നിന്റെ അകത്തെ മനുഷ്യൻ ആത്മമണ്ഡലത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന ആഴത്തോട് സംസാരിക്കുമ്പോൾ മാസ്കോ പരിമിതികളോ അതിനില്ല. Out of your belly will flow rivers. Let the rivers flow. നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ഉദരത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നു. അതിന് പരിമിതിയില്ല. Let the Holy Spirit flow. പരിശുദ്ധാത്മാവ് ഒഴുകട്ടെ. Speaking to the Father Almighty. ആത്മാവിൽ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നാട്ടെ. If you want to clap your hands and worship. കരമടിക്കണമെന്ന് തോന്നുന്നവർക്ക് കരമടിക്കാം. കരമുയർത്തേണ്ടവർക്ക് കരമുയർത്താം. ഏതാണോ ആത്മാവിൽ നിങ്ങൾക്ക് സന്തോഷം അങ്ങനെ ചെയ്താട്ടെ. Wherever there is spirit, there is liberty. You have the liberty to worship the Lord as you want. ദൈവത്തിന്റെ ആത്മാവിലെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കരമടിക്കുമ്പോഴാണോ കരമടിച്ചോണോ എന്ത് ചെയ്യാനും നിങ്ങൾക്ക് ഉള്ളിൽ പ്രേരണ അങ്ങനെ ചെയ്താട്ടെ. If you don't want to clap, no problem, but let your mouth be filled with the glory of God. കൈ അടിക്കാൻ തോന്നുന്നില്ലേ? വേണ്ട. എന്നാൽ നിങ്ങളുടെ ഉള്ളം നിറഞ്ഞ് കവിയട്ടെ, നാവ് ചലിക്കട്ടെ, സംസാരിക്കട്ടെ. Even as you are worshiping over here, miracles are happening over your situations wherever. ഇവിടെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എവിടെയാണോ അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കുക. ലോകമെമ്പാടും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കും. Creative miracles are happening. സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ. I believe in miracles. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. I believe in a God who has miracles. അത്ഭുതങ്ങളുടെ ഉടയവനെ ഞാൻ വിശ്വസിക്കുന്നു. If God is God, there is miracle in him. ദൈവമാണോ തന്നിൽ അത്ഭുതങ്ങളുണ്ട്. God is a miracle working God. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. And he attests salvation with signs, wonders, miracle and the gift of the Holy Spirit. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവർത്തികളാലും അവൻ തന്റെ രക്ഷയെ ഉറപ്പിക്കുന്നവനാ. When every effort of man ends, God
begins. എവിടെ മനുഷ്യന്റെ സകല ക്രിയകളും പ്രയത്നവും അവസാനിക്കുന്നു, അത്ഭുതവാനായ ദൈവം തന്റെ അത്ഭുതം അവിടെ ആരംഭിക്കുക. You might have given up in many things. You might have given up in many things. But today, the Lord Almighty is stepping into your life, into your vision, into your dream. He is a perfecter. നീ ഒരുപക്ഷെ എല്ലാം മടുത്ത് അവസാനിപ്പിച്ചിരിക്കാം, എല്ലാം തീർത്തേക്കാമെന്ന് വിചാരിക്കാം. എന്നാൽ നിന്റെ ശക്തി തീർന്നെടുത്ത ഇത് അത്യന്ത ശക്തി, ദൈവത്തിന്റെ അത്ഭുതം അവിടെ ആരംഭിച്ച് കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്നവൻ നിന്റെ മേൽ അത്ഭുതം ചെയ്യുക. That is grace. അതാണ് കൃപ. That is grace. അതാണ് കൃപ. His strength is perfected in your weakness. നിന്റെ ബലഹീനതയിൽ അവന്റെ ശക്തി ആരംഭിക്കുന്നു. Wherever you are weak, today His grace is abound over there. എവിടെയാണോ നീ ബലഹീനൻ, അവിടെ തന്റെ ശക്തിയാ. Depend on Jesus. യേശുവിൽ ആശ്രയിച്ചാട്ടെ. Depend on Jesus. കർത്താവിൽ ആശ്രയിച്ചാട്ടെ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേശു മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേശു മതിയായവൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എല്ലാത്തിനും മതിയായവനാണ് എന്റെ യേശു? ശരിക്കും എല്ലാത്തിനും മതിയായവനാണോ? ഹല്ലേലൂയ. എത്ര വലിയ വെല്ലുവിളിയാണേലും, എത്ര വലിയ വെല്ലുവിളി, ഒരു കാര്യം ഓർത്തോണം, മനുഷ്യന്റെ പ്രയത്നം അവസാനിക്കുമ്പോൾ ദൈവം അവിടെ എഴുന്നേൽക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് സമ്മതിച്ചു കൊടുത്താൽ മതി. നല്ലവനാ. എല്ലാ നല്ല ദാനങ്ങളും, എവറി പെർഫെക്റ്റ് ഗിഫ്റ്റ് is from the Father in heaven. എല്ലാ നല്ല ദാനവും തികഞ്ഞവരും. പറഞ്ഞ നല്ലതും തികഞ്ഞതും. നല്ലതും നല്ല ഒച്ചത്തിൽ പറയണം, നല്ലതും നല്ലതും തികഞ്ഞതും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നല്ലതും നല്ലതും തികഞ്ഞതും. തികഞ്ഞതും. അതാ ദൈവം. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ. ബെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രസ്താവിക്കുന്നേ, വെറൊരു പാട്ട് പാടുവല്ല, ഞാൻ പ്രസ്താവിക്കുക, എൻ്റെ ഏതവസ്ഥയിലും എനിക്ക് മതിയായവനാ എൻ്റെ കർത്താവ്. ഏത് വെല്ലുവിളിയിലും മതിയായവനാ. Is all sufficient. സകലത്തിനും മതിയായ, all sufficient God. സർവ മതിയായവനാ. It is to redefine your source. വാസ്തവത്തിൽ നമ്മളുടെ ഉറവിടത്തെ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. If your source is Jesus, നിങ്ങളുടെ ഉറവിടമായി നിങ്ങൾ യേശുവിനെയാണ് കണ്ടിരിക്കുന്നത്, you will never be shaken in life. ഒരിടത്തും ജീവിതത്തിൽ കുലുങ്ങി പോകില്ല. If your source is man or your money or your strength, you will waver. നിങ്ങളുടെ ഉറവിടമായി, നിങ്ങളുടെ ബലമായി മനുഷ്യനെയോ പണത്തെയോ കണ്ടാൽ അതെല്ലാം അവസാനിച്ചു. Whatever you see is temporary, unseen is eternal. എന്താണോ കാണുന്നത് അതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം. Your issues, whatever challenges, all are temporary. ഇന്ന് ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ വെല്ലുവിളികളും എല്ലാം അതെല്ലാം താൽക്കാലത്തേക്ക് മാത്രമുള്ളൂ. But eternal one is inside of you. എന്നാൽ നിങ്ങളുടെ അകത്ത് വന്നവൻ നിത്യനാണ്. You might be wearing a mask, but doesn't matter. Worship is from the heart. നിങ്ങൾ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ടായിരിക്കാം, വായുടെ മുമ്പിൽ തടസ്സമായിരിക്കാം, പക്ഷേ ആരാധന ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. There is no one who has bound your legs that you cannot dance. നിങ്ങൾ ഡാൻസ് ചെയ്യാതിരിക്കാൻ കാലിൽ മാസ്ക് കെട്ടിയിട്ടില്ല. There is no one who has bound your hands that you cannot clap and glorify God. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കൈ തമ്മിൽ മാസ്ക് വെച്ച് കെട്ടിയിട്ടില്ല. Come on, glorify God in your body. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. Don't you know you were bought for a price and you belong to Him? അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, അവന്റേതാകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീരെന്ന്. Glorify Him. അവനെ മഹത്വപ്പെടുത്തുവീൻ. Glorify Him in your അവനെ body. മഹത്വപ്പെടുത്തുവൻ ശരീരത്തിൽ. Glorify Him with your body. നിങ്ങളുടെ ശരീരം കൊണ്ട് അവനെ Let your മഹത്വപ്പെടുത്തുക. body become a good sacrifice to Him. നിങ്ങളുടെ ശരീരം ദൈവത്തിന് നല്ല യാഗമായി തീർന്നു. Come on, glorify Jesus. നിങ്ങളുടെ ശരീരം മുഴുവൻ ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ ആദ്യനും അന്ത്യനുമേ, സ്നേഹത്തിനുറവിടമേ, യേശു ആദ്യനും അന്ത്യനുമേ, സ്നേഹത്തിനുറവിടമേ.
അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം അങ്ങേനാം നായകൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം അങ്ങേനാം നായകൻ. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ as you are worshiping, you are declaring, നിങ്ങൾ പറയുന്നത് യേശു മതിയായവനാണ്. കണ്ണടച്ച് ആ വിഷയത്തിനെ സമഭൂമിയാക്കാൻ മതിയായവനായ യേശു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജീവനും ഭക്തിക്ക് വേണ്ടി എന്റെ സകലതും നൽകുവാൻ. My God is sufficient. He has already given me everything pertaining to life and godliness. ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും തന്ന് കഴിഞ്ഞിരിക്കുക. അത് കണ്ടുകൊണ്ടൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. നാലത്തെ വെള്ളിവിളി എങ്ങനെയാ? ഒന്നും നടക്കത്തില്ലെന്ന്. തലമുടി വീഴാൻ പോകുന്നില്ല. തലയിലെ ഓരോരോ എണ്ണപ്പെട്ടതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രപോലെ സൂക്ഷ്മതയോടെ നിങ്ങളെയും എന്നെയും കാവൽ ചെയ്യുന്നവനാ എന്റെ കർത്താവ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഹല്ലേലൂയ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. അവന്റെ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. അവന്റെ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ഓ ലാ 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 ലാ. കിട്ടിയിട്ടല്ല സന്തോഷിക്കുന്നത്, സന്തോഷിക്കുമ്പോ കിട്ടുന്നേ. സന്തോഷിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? When you are joyful, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ, when you are joyful, നിങ്ങൾ ആത്മസന്തോഷത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ, everything, every stronghold gets broken. എല്ലാ കോട്ടകളും ആത്മമണ്ഡലത്തിൽ പൊട്ടി തകർന്നു പോകും. And then you can see your promise. അപ്പോൾ നിങ്ങളുടെ വിടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. When you are rejoicing, might be your body doesn't like it, might be you are feeling heavy. ഒരുപക്ഷെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴും ആകെ ഒരു ഭാരമായിരിക്കും, അതുപോലെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ വരുന്നില്ലായിരിക്കാം. എങ്കിലും But I will declare, I am going to decide. എങ്കിലും ആ സാഹചര്യത്തെ നോക്കാതെ ഞാൻ സ്തുതിക്കും, ഞാൻ പ്രഖ്യാപിക്കും ഈ പാട്ടിലൂടെ. That is why the Bible says this is the day that the Lord has made. But doesn't say no, I will dance. It is my decision. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് ഞാൻ സന്തോഷിച്ചല്ലോ. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം കർത്താവ് സന്തോഷിപ്പിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. കർത്താവ് ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് എൻ്റെ തീരുമാനമാണ്. എനിക്ക് സന്തോഷിക്കാൻ തോന്നിയില്ലേലും ഇത് കർത്താവിൻ്റെ ദിവസമായിട്ട് ഞാൻ തുള്ളിച്ചാടി ആനന്ദിക്കും. Even if no one else will dance and rejoice, I will, because I need the joy of the Holy Spirit. I want to be filled with the Holy Spirit. മറ്റാരും ആരാധിച്ചില്ലേലും എൻ്റെ അടുത്തിരിക്കുന്നവർ കൈകൊട്ടിയില്ലേലും എനിക്കത് വിഷയമല്ല. എനിക്ക് സന്തോഷം വേണം, ഞാൻ സന്തോഷം പ്രകടിപ്പിക്കും. Some people never even know how to respect God. ചില ആൾക്കാർക്ക് ദൈവത്തിന് ബഹുമാനം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് They want everything from God, but they don't know how to give respect to God. ദൈവത്തിൽ നിന്ന് എല്ലാം കിട്ടുന്നതെല്ലാം വേണം, പക്ഷെ ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കത്തുമില്ല. When you are standing up, when you are worshiping, you are respecting him. It is awe. I am talking about God, not man. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിന് ബഹുമാനം കൊടുക്കുക. We are not worshiping a man. I'm talking about the Almighty God. Never take it for granted. ഞാനൊരു മനുഷ്യന്റെ മുമ്പിൽ അല്ല നിൽക്കുന്നത്, സർവശക്തനായ, സർവ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഒരു കേവല മനുഷ്യന്റെ മുമ്പിലല്ല. It is a privilege that we can call him Father. It is our privilege that we can dance and rejoice. It is a privilege to glorify his name. ദൈവത്തെ എനിക്ക് അപ്പാന്ന് വിളിക്കാനും എൻ്റെ പിതാവേ എന്ന് വിളിക്കാനും എനിക്ക് തന്ന മഹാകരുണയാ, എനിക്ക് കിട്ടിയ ഒരു പദവിയാ. എന്നും കൊണ്ടവൻ ദൈവമല്ലാതാകുന്നില്ല, അവന് മുഴുവൻ മഹത്വവും കൊടുക്കണം. പറഞ്ഞ എനിക്ക് കിട്ടിയ മഹാഭാഗ്യം ആരാധിക്കാൻ പറ്റുന്നേ. നല്ല ഒച്ചത്തിൽ നിന്ന് പറഞ്ഞ എനിക്ക് ലഭിച്ച മഹാഭാഗ്യമാ. അത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം.
ആരും നൃത്തം ചെയ്തില്ലെങ്കിലും ആരും ആർത്തുവിളില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മഹത്വപ്പെടുത്താൻ തീരുമാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, യേശുവേ 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 യേശുവേ, ആത്മാവേ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിടുമേ. ആത്മാവെ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിടുമേ. യേശുവേ 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 യേശുവേ, ലാ 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 ലാ. joy. La 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 la. Yeshua, 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 Yeshua. രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, യേശുവേ 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 യേശുവേ. worship him. Joy, joy, joy. മഹാസന്തോഷം, മഹാസന്തോഷം. നിറയട്ടെ പരിശുദ്ധാത്മാവ്. യേശുവേ, പരിശുദ്ധാത്മാവേ ശക്തിയാലേ എന്നെ നിറയ്ക്കണേ നാഥാ, ശക്തനായി തീരാൻ. Help us, Holy Spirit. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. You are our helper. അവിടുന്ന് ഞങ്ങളുടെ സഹായകനാണ്. Without your help, we can never understand God. We cannot live a victorious life. ദൈവത്തെ മനസ്സിലാക്കാനും ഒരു ജയകരമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കാനും പരിശുദ്ധാത്മാവെ അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് പറ്റില്ല. We love you. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. We love you, Father, for giving your Son Jesus. കർത്താവായ യേശുവിനെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി നന്ദി. Father, we thank you that you gave us a helper. You never left us alone. ഞങ്ങളെ അനാഥരായി വിടാതെ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കൂടെ കാര്യസ്ഥനായി തന്നതിനായി നന്ദി. Father, we give you all the glory. എല്ലാ മഹത്വവും പിതാവെ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. We love you so much.
അങ്ങേ അധികം സ്നേഹിക്കുന്ന അപ്പാ, In Jesus' name we pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Amen. Give a clap and say thank you, Jesus. കരമടിച്ച് നമുക്ക് യേശുവേ നന്ദി എന്ന് പറയാം. You may be seated. ഇരുന്നാട്ടെ. All of you who are watching us all around India and all over the world, greetings in Jesus' name. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. It is a joy, it is a joy, it is a joy to worship the Lord. I am a worshipper. And even if no one worships, I will worship. ഞാൻ ഒരു ആരാധനക്കാരനാണ്. മറ്റാരും ആരാധിച്ചില്ലെങ്കിലും ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കും. I love to worship. എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന എനിക്ക് Because if it was not for Jesus, me and my family won't be alive today. കാരണം യേശു ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും I don't know about anyone else. മറ്റാരെ കുറിച്ചും I എനിക്കറിയില്ല. don't know about your story, but that is my story. നിങ്ങളുടെ കഥ എനിക്കറിയില്ല, ഇത് എൻ്റെ കഥയാണ്. My story. എൻ്റെ കഥ. If it was not for Jesus, യേശു me and my പ്രവർത്തിച്ചില്ല, family won't be on this planet. ഞാനും എൻ്റെ കുടുംബവും ഈ ഭൂമി പരപ്പിൽ കാണത്തില്ല. And so, how can I not dance? How can I not rejoice? അതുകൊണ്ട് How can I not honor God? അതുകൊണ്ട് നൃത്തം ചെയ്യാതിരിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും? സ്തുതിക്കാതെയും മഹത്വപ്പെടുത്താതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. Some people don't know even to respect God. ദൈവത്തിന് ബഹുമാനം കൊടുക്കാൻ പോലും ചില ആൾക്കാർക്ക് That is why the Bible says, when your governor comes, you stand up, you respect him. But when I come, you are not respecting me. നിങ്ങളുടെ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനായ അധിപതി, ഒരു ഗവർണർ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് അവൻ്റെ മുമ്പിൽ ബഹുമാനം കൊടുക്കാൻ അറിയാമല്ലോ. എന്നാൽ എനിക്ക് നിങ്ങൾ ആ ബഹുമാനം തരുന്നില്ലല്ലോ. When I see some people who stand to worship, or when they don't acknowledge God and they expect to receive from God, does not happen that way. ചിലർ ആരാധനയിൽ വരുമ്പോൾ എന്തോ പ്രാപിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു മനോഭാവത്തിലുള്ളവരെ കാണാം. അവർക്കൊന്ന് ദൈവോട് ഉണ്ടെന്ന് പോലും ഒന്ന് അക്നോളജ് ചെയ്യുവാൻ, മഹത്വം കൊടുക്കാൻ they think that we will pray and they will get the miracle. It doesn't happen that way. അവരുടെ വിചാരം ഇവിടെ ദൈവദാസന്മാരോ ആരോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വിടുതൽ കിട്ടുമെന്നാണ്. അങ്ങനല്ല ഇത് സംഭവിക്കുന്നത്. It is a relationship with Jesus. ഇത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കാര്യമാണ്. This is not a relationship with a religion. This is not a relationship with a book. This is a relationship with God Himself. And that is why you and me have been given eternal life. ഇതൊരു മതത്തോടുള്ള ബന്ധമോ മതഗ്രന്ഥത്തോടുള്ള ബന്ധമോ അല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തോട് പുത്രൻ മുഖേന നിങ്ങളും ഞാനും വ്യക്തിപരമായി ബന്ധപ്പെടുന്ന കാര്യം. Eternal life was given that we have fellowship with Him. നിത്യജീവൻ എന്ന അത്ഭുതം നമ്മുടെ അകത്ത് ദൈവം തന്നത് തന്നോടുകൂടെ കൂട്ടായ്മ ഉണ്ടാകുക. If you read John chapter 17, you will understand that very clearly. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. Without eternal life, you cannot know God. നിത്യജീവനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. The Bible says in John 17 and verse 3, and this is eternal life, that they may know you. യോഹന്നാന്റെ സുവിശേഷം 17:3, ഏക സത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവും. This is eternal life, that they may know you. ഇതാണ് നിത്യജീവൻ, എന്നാൽ അവർ നിന്നെ അറിയുന്നത്. Eternal life gives you your eyes open and you can now start having fellowship with God. Eternal life is not when you reach heaven, it is over here. നിത്യജീവൻ എന്ന് പറയുന്ന പലരും ധരിച്ചിരിക്കുന്ന മരണാനന്തര ജീവനാണ്. അല്ല, ഈ ലോകത്ത് വെച്ച് തന്നെ ക്രിസ്തുവിനെ ജീവനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്ത് നിത്യമായ ഒരു ജീവൻ വരികയാണ്. ആ നിത്യജീവൻ വന്നവർക്ക് മാത്രമേ ദൈവത്തെ അറിയാനൊക്കത്തുള്ളൂ. And unless you know God, you cannot have fellowship with Him. ആ ദൈവത്തെ അറിയാതെ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ ഒക്കില്ല. You cannot have fellowship with a stranger. നിങ്ങൾക്ക് ഒരിക്കലും ഒരു അപരിചിതനുമായിട്ട് കൂട്ടുകൂടാനൊക്കില്ല. And many people misunderstand one thing, that by reading the Bible, by knowing the word by heart, you will have that victorious life. No, it is through a fellowship with Him and knowing Jesus personally. ചിലരുടെ ഒരു തെറ്റിദ്ധാരണ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴിയാണ് എന്തോ കിട്ടുന്ന. അല്ലല്ല, ഈ ബൈബിൾ വായനയല്ല, ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ് കൊണ്ടിരുന്നത്. ആ കൂട്ടായ്മയാണ് എനിക്ക് സർവ്വനന്മയും. And that is why Jesus
In John 5:39 and 40, he said, you search in the scriptures. You think you will get eternal life out of them. That is only my witness. But you don't want to come to me that you may have the real life. That is the life of God, which is in Christ Jesus. അതുകൊണ്ടാണ് മതഭക്തരായിരുന്ന പുസ്തകത്തിൽ എപ്പോഴും ഇരുന്ന ബൈബിൾ വായന നല്ലപോലെ ചെയ്തിരുന്ന യഹൂദ മതഭക്തരോട് യേശു പറയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. John 5:39-40, read it in your Bible. യോഹന്നാൻ 5:39-40 നിങ്ങളുടെ ബൈബിളിൽ വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. It is just your thought, imagination. ഇത് നിങ്ങളുടെ ചിന്തയും വെറും നിരൂപണവും മാത്രമാണ്. Some people keep the Bible under their pillow so they don't get bad dream. എന്ത് ദുസ്വപ്നം കാണാതിരിക്കാൻ തലമണയുടെ ഇടയിൽ കൊണ്ട് ബൈബിൾ വെക്കുന്നവരുണ്ട്. It's because we saw some movies when we were children, the devil come and you put the cross and the Bible and the devil runs. It doesn't happen that way. നമ്മൾ കൊച്ചിലെ കണ്ട ചില സിനിമയ്ക്കകത്ത് പിശാച് വരുന്നേരത്ത് കുരിശ് കാണിച്ച് ഓടുന്ന പിശാചിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് കുരിശും ബൈബിളും കാണിച്ചാൽ പിശാച് ഓടുമെന്നാണ്. It is only in the movies. അത് സിനിമാ കഥ മാത്രമാണ്. The devil is afraid of a person who has a personal relationship with Jesus Christ. യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സാത്താൻ ഭയന്ന് ഓടുന്നത്. The one in you is what he is afraid of. നിങ്ങളിൽ ഉള്ളവനെയാണ് പിശാച് പേടിക്കുന്നത്. He is afraid when you speak out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് സാത്താൻ വരേണ്ട ഓടുന്നത്. Hallelujah. So the whole concept, the Bible says, Jesus is saying, you have to have a relationship with me. Then only you will have the real life that God has kept. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഞാനുമായിട്ടൊരു ബന്ധത്തിൽ വരുമ്പോഴാണ് ദൈവം ഉദ്ദേശിച്ച യഥാർത്ഥ ജീവന്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കുക. And that is only possible with the help of eternal life. That is why we ask everyone, receive Jesus Christ. അത് നിത്യജീവനകത്തുള്ളവർക്ക് കിട്ടത്തുള്ളൂ. ആ നിത്യജീവൻ നമ്മളിൽ തരുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് എല്ലാവരോടും യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ പറയുന്നത്. It is not about any religion at all. ഇതൊരു മതത്തിൽ ചേരുന്ന കാര്യമേ അല്ല. It is not at all a religion. ഇതൊരു മതമേ അല്ല. When you believe Jesus died for you, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, and you say, Jesus, forgive my sins, come into my life, eternal life comes into you. യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് പറയുന്ന നിമിഷം നിത്യമായ ജീവന നമ്മുടെ അകത്ത് വരും. Even if you might be here for the first time or watching us for the first time, do not leave this opportunity. Ask Jesus, invite him into your life, and you will see a very big change coming into you. ഇന്നിവിടെ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ വ്യക്തിപരമായി വന്ന ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ ലോകമങ്ങ് ലൈവായിട്ട് കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ ഇതൊരു വലിയൊരു അവസരമാണ്. ഈ നിത്യമായ ജീവനെ നിങ്ങളുടെ അകത്ത് കൊണ്ടുവരുവാൻ യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ഇപ്പോൾ പറഞ്ഞാൽ മതി. And I want to tell you, salvation, eternal life is not cheap. Man cannot earn it. Man cannot get it. It is a free gift from God through Jesus Christ. രക്ഷ, നിത്യജീവൻ എന്നൊക്കെ പറയുന്നത് വെറും വിലയില്ലാത്ത സാധനമല്ല. ഒരു മനുഷ്യനും ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ തന്റെ മുഴുവൻ സ്വത്തും കൊടുത്താലും ഇത് കിട്ടത്തില്ല. അത്ര വിലപ്പെട്ട വിലയുള്ള സാധനമാണ് നിത്യജീവൻ. We are asking, we request people, say, you believe in Jesus, receive eternal life. Not that we can pull a crowd into the church. We want you to enjoy the fullness of life, the joy, the peace, the rest that God has given. We have tasted it and we know it is good, and we want you to enjoy it also. കർത്താവിനായി ഹൃദയം കൊടുക്കുന്ന ജനങ്ങളോട് ഞങ്ങൾ പറയുമ്പോൾ ഒരാളെ കൂടെ സഭയെ കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് സ്വർഗം വെച്ചിരിക്കുന്ന നന്മ, സ്വർഗം വെച്ചിരിക്കുന്ന സന്തോഷം, നിത്യതയുടെ പ്രത്യാശ, എല്ലാ അനുഗ്രഹങ്ങളും ആ വ്യക്തി പ്രാപിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. We are requesting you because number one, on this earth you will have an overcoming life, and number two, at the day of judgment you will have boldness to stand in front of him. ഇത് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒന്നായി, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജയകരമായ, അനുഗ്രഹ നിർഭരമായ, സമാധാന നിർഭരമായ ഒരു ജീവിതം ഈ ഭൂമിയിലും മാത്രമല്ല ഈ ഭൂലോകത്തിനപ്പുറത്ത് ന്യായവിസ്താര ദിവസം എല്ലാവർക്കും ഉണ്ട്. അന്ന്
ധൈര്യത്തോടെ നിൽക്കാൻ ധൈര്യം കിട്ടാനുമാണ്. Every man will die and everyone has to stand before the judgment seat of Christ. At that day you will have boldness when you have a personal relation, a love relation with Jesus Christ. ഏത് മനുഷ്യനും മരണവും ഏത് മനുഷ്യനും ന്യായവിധിയും ദൈവം മുന്നമേ നിയമിച്ചിട്ടുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുവാനും ഈ ഭൂമിയിൽ ജയകരമായി ജീവിപ്പാനും അത്രേ ഇത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. Oh, that is why we ask people, not because we want you to enjoy the same taste, the joy of salvation, the joy, the peace, the rest that only Jesus can give. ക്രിസ്തുവിന് മാത്രം തരാൻ കഴിയുന്ന ഈ മഹാസന്തോഷം, ഈ സ്വസ്ഥത ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായി ഇത് ഞങ്ങൾ പ്രസംഗിക്കും. I was an atheist before coming to Jesus. യേശു ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് ഈ ദൈവം ഇല്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് വരെ പോയ വ്യക്തിയാണ് ഞാൻ. I became an atheist because I went to everywhere where they said there are miracle and power and healing. ആത്മീയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പേര് പറയപ്പെട്ട നിരവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി ഇതെല്ലാം കബളിപ്പീരാണെന്ന് ചിന്തിച്ച് ഒടുവിൽ ദൈവമില്ല എന്ന ഒരു കൺക്ലൂഷനിലെത്തിയ വ്യക്തിയാണ് ഞാൻ. And that was natural. If someone says there is no God, there might be a reason in his life why he is saying so. ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരെ വെറുതെ ഞാൻ വിധിക്കാറില്ല. അവരങ്ങനെ നിരീശ്വരവാദിയാകാൻ ചില അനുഭവങ്ങൾ അവർക്കുണ്ടായി. I had money with me, I had health, I was young, lot of money with me. ഇഷ്ടം പോലെ പണം എനിക്കുണ്ട്, ബിസിനസ് ഉണ്ട്, പിടിപാടുകളുണ്ട്. വളരെ യൗവനത്തിലാണ് എനിക്ക് ആ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്ന സ്ഥാനം. But today I can tell you, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, I can guarantee you one thing. ഒന്ന് ഞാൻ ഉറപ്പായി പറയട്ടെ, that it is only Jesus, only Jesus, യേശു മാത്രം that can give you joy, peace and rest. No one else can do it. No money can give it. സമാധാനവും സന്തോഷവും നിത്യമായ പ്രത്യാശയും സ്വസ്ഥതയും ഈ ലോകത്ത് വേറെ ആർക്കും വേറെ ഒന്നിനും തരാൻ കഴിയത്തില്ല. യേശു മാത്രം, യേശു മാത്രം. Oh, happiness the world can give you, but joy only Jesus can give you. ലോകത്തിന് ഈ ലോകത്തിലെ ചില കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു 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 ടെമ്പററി ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം തരാൻ പറ്റും. That is why there is two words, happiness and joy. World gives you happy, world make you happy, but when that thing goes you become sad. But Jesus gives you joy, that is a fountain coming out from your belly that will never stop with circumstance. ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട്, ഹാപ്പിനെസ്സും ജോയും. മലയാളത്തിൽ പറഞ്ഞാൽ താൽക്കാലികമായി ലഭിക്കുന്ന ഒരു ഉന്മാദം, അത് മാത്രമാണ് ലോകത്തിന് തരാൻ പറ്റുന്നത്. എന്നാൽ യഥാർത്ഥമായി നിത്യമായി നിലനിൽക്കുന്ന നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ഒഴുകുന്ന ബബിളപ്പ് ചെയ്യുന്ന ആനന്ദം, സന്തോഷം, അത് ദൈവത്തിന് മാത്രമേ, യേശുവിന് മാത്രമേ, പരിശുദ്ധാത്മാവിന് മാത്രമേ മനുഷ്യന് തരാൻ സാധിക്കത്തുള്ളൂ. Even in the prison when Paul and Silas are in chains, that joy is not lost. They are dancing and singing even over there. It is not circumstance, it is from within, and that is the rivers of joy, of salvation. Happiness എന്ന് പറയുന്നത് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നതാണെങ്കിൽ, ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ്. അതുകൊണ്ടാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും കയ്യിൽ ചങ്ങല കിടക്കുമ്പോഴും പുറം മുറിവേറ്റിരിക്കുമ്പോഴും സാഹചര്യത്തിന് ആനന്ദത്തെ എടുക്കാൻ പറ്റില്ല. അവര് തുള്ളിച്ചാടി പാടി കർത്താവിനെ സ്തുതിക്കുക. It is not associated with money. It is not associated with circumstance. It is not associated with people. It is associated with the King of Kings, the King of Glory, the Lord of Lords, and His name is Jesus. ഈ ദൈവിക ആനന്ദം പണവുമായി ബന്ധപ്പെട്ടതല്ല, മനുഷ്യന്റെ മനോഭാവവുമായി ബന്ധപ്പെട്ടതല്ല, ലോകം തരുന്ന ഒന്നുമായി ബന്ധപ്പെട്ടല്ല. ഈ ദൈവിക ആനന്ദം ഉയരത്തിലെ ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം വരുന്നതാണ്. അത് തരുന്നത് യേശു മാത്രം. Can you shout His wonderful name? അത്ഭുത നാമത്തെ ഒന്ന് ഘോഷിച്ചാട്ടെ. യേശു. Shout His wonderful name. അത്ഭുത നാമത്തെ ഘോഷിച്ചാട്ടെ. Hallelujah. Today when I stand over here, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ I am more than sure എനിക്ക് പൂർണ്ണ ഉറപ്പാണ്, only Jesus, യേശു മാത്രം, only Jesus, യേശു മാത്രം, only Jesus യേശു മാത്രം can change your situation. നിന്റെ സാധ്യതകളെ മാറ്റാൻ പറ്റുള്ളൂ.
Because that name is associated with miracle. കാരണം ആ നാമവും അത്ഭുതവുമായി ബന്ധിപ്പിച്ചാ നിൽക്കുന്നു. We are thinking about the human standard. I'm not talking about the human standard. I'm talking about the supernatural. He is God and his ways are supernatural. ഞാനിവിടെ പറയുന്ന മാനുഷിക നിലവാരമല്ല, മനുഷ്യന്റെ പ്രവർത്തന രീതിയല്ല. ഞാനിവിടെ പറയുന്നത് സൃഷ്ടിതാവായ ദൈവത്തിന്റെ നിലവാരം, അവന്റെ പ്രവൃത്തി രീതി. That is why a new creation is so sure that even everything is going wrong, he has someone living inside of him. God Almighty, nothing can destroy him. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ചുറ്റും എന്തെല്ലാം സംഭവിച്ചാലും, സമുദ്രം കടന്ന് ഇളകിയാലും അവനറിയാം ഞാൻ ആരിൽ നിന്ന് ജനിച്ചോ അവനിൽ നിന്നാണ് എന്റെ സാഹചര്യം. ഒരു പുതിയ സൃഷ്ടി. എല്ലാം നഷ്ടപ്പെട്ടിരുന്നാലും, പൈസ പോയാലും, അതും പോയി ഇതും പോയി, എന്നാലും അവന്റെ കാലിലെ നൃത്തം അത് ഒരിക്കലും കുറയത്തില്ല. അവന്റെ സന്തോഷം ഒരിക്കലും കുറയത്തില്ല. കാര്യം അവൻ അറിയാം, അവനിൽ ഇരിക്കുന്നവനാ വലുത്, ചുറ്റുമുള്ളതല്ല. It is not anything else but the one who is greater. എന്റെ ചുറ്റുമുള്ളതല്ല, ചുറ്റുമുള്ളവരല്ല, മറിച്ച് എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാകിയാൽ ഉള്ളിലുള്ളവനാണ് അവന്റെ ആശ്രയം. It is because we don't have that personal relationship with Jesus, we fail to enjoy the joy that is kept for us. നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഈ സന്തോഷം ഇവിടെ വെച്ച് അനുഭവിക്കാൻ കഴിയാത്തത് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലുള്ള പ്രശ്നമാണ്. We listen to the message, we get encouraged over here, but when practical challenge comes, we start to wobble. നമ്മളിവിടെ പ്രസംഗം കേൾക്കും, തുള്ളിച്ചാടും, വലിയ സന്തോഷമാണ്. എന്നാൽ പ്രായോഗികമായ പ്രശ്നം നേരിടുമ്പോൾ ആകെ പതറുകയാണ്. But when you know God, എന്നാൽ ദൈവത്തെ അറിഞ്ഞാൽ, I'll tell you something. The moment you were sent to this planet, your plan was perfect. You will reach your destiny. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ട ആ ദിവസം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ പദ്ധതിയും മുമ്പേ പ്ലാൻ ചെയ്തിട്ട് തന്നെയാ വിട്ടത്. Everyone who is here, everyone watching me, ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ലൈവായി കേൾക്കുന്നവരും, you don't have to compete with anyone. You don't have to be jealous with anyone. You don't have to be irritated by someone, because your way is unique. Your vision is unique and you will reach your destiny. No one can stop it. ആകയാൽ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ പദ്ധതി വേറെ ആരുടേതുമല്ല, നിന്റേതും മാത്രം യുണീക്കായിട്ടുള്ള, വേറെ ആർക്കുമില്ലാത്ത ഒരു വഴി, ഒരു പദ്ധതി, ഒരു ലക്ഷ്യം നിന്റെ മുമ്പിൽ വെച്ചിരിക്കാൻ വേറെ ആരോടും മത്സരിക്കണ്ട, വേറെ ആരോടും അസൂയപ്പെടണ്ട, വേറെ ആരോടുമായിട്ട് ചേർത്ത് ഒരുമിക്കുകയും വേണ്ട. നീ നിന്നിൽ തന്നെ വ്യക്തമായ പദ്ധതിയോടെ അയക്കപ്പെട്ടവൻ. No one can subdue you. No one can make you shut. No one can make you afraid, because you know you are sent by God. Plan of God. He is implementing. No man can shut it. ആകയാൽ നിന്നെ ആർക്കും കീഴ്പ്പെടുത്താനോ, നിന്നെ ആർക്കും തടസ്സപ്പെടുത്താനോ, നിന്നെ ആർക്കും മാറ്റിവിടാനോ സാധ്യമല്ല. കാരണം മനുഷ്യനല്ല, നിത്യനായ ദൈവം തന്നെ നിനക്ക് വേണ്ടി മുന്നമേ ഒരുക്കിയ പാതയിലാണ് നീ പോകുന്നത്. You will reach your destiny. നീ നിന്റെ ലക്ഷ്യത്തിലെത്തും. You will reach your fulfill your vision. പദ്ധതിയിൽ നീ എത്തുക തന്നെ ചെയ്യും. I receive so many threatening calls. എനിക്ക് പലപ്പോഴും പല ഭീഷണി ഫോൺ കോളും കിട്ടാറുണ്ട്. I laugh. അത് കിട്ടുമ്പോൾ ഞാൻ ചിരിക്കും. Man is a grass. Today he is there, tomorrow he is not. But I am eternal. My plan is eternal. He doesn't know it. No one can subdue you. No one can keep you quiet. Hallelujah. ഇന്ന് പകൽ ഞാൻ പറയാം, ആർക്കും നിന്നെ മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ആർക്കും നീ തകർന്നു പോകുന്നു പറയാൻ പറ്റത്തില്ല. കാരണം നിന്നെ അയച്ചവൻ പറഞ്ഞു, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. He is with me. He is in me. He is in control. അവൻ എന്നോട് കൂടെയുണ്ട്, അവൻ എൻ്റെ ഉള്ളിലുണ്ട്, അവൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ ഇരിക്കുന്നത്.
Hallelujah. ഹല്ലേലൂയ. Hallelujah. Whatever challenge you are facing, whatever challenge you are facing, ഏത് വെല്ലുവിളി ആയിക്കോട്ടെ നേരിടുന്നത്, whatever, എന്തുമായിക്കൊള്ളട്ടെ, it's under your feet in Jesus' name. ഇപ്പോൾ തന്നെ നീ നിന്റെ മുമ്പിൽ ആ പൊങ്ങി നിൽക്കുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ നിന്റെ കാൽ കീഴില്ല. And that is what is called Shabbat. That is called rest. When God rested, doesn't mean he was tired. Means there was nothing more to be made perfect. 6 ദിവസം സൃഷ്ടികർമ്മം ചെയ്ത ശേഷം 7-ാം ദിവസം ദൈവം ശബത്ത് അനുഭവിച്ചു, സ്വസ്ഥത അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ 6 ദിവസം പണിതിട്ട് ക്ഷീണിച്ചിട്ട് റെസ്റ്റ് എടുത്ത കാര്യമല്ല. ഇനി ചെയ്യാനൊന്നുമില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പറയേണ്ടതെല്ലാം പറഞ്ഞു, പൂർത്തീകരിച്ചു എന്ന ബോധ്യത്തിന്റെ പേരാണ് റെസ്റ്റ്. അതേ റെസ്റ്റാണ് ക്രിസ്തുവിൽ ദൈവമക്കൾ ഇവിടെ അനുഭവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ഇനിയൊന്നും ചെയ്യാനില്ല. നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴിയല്ലായിരിക്കും, പക്ഷെ എത്തും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴിയല്ലായിരിക്കും, പക്ഷേ ലോക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാനുള്ളത് വരും. We get confused. നമ്മൾ പലപ്പോഴും ചിന്താക്കുഴപ്പത്തിലാവും. We get shocked. നമ്മൾ ആകെ ഞെട്ടിപ്പോവും. But that is the time the Holy Spirit reminds you, you are an heir of God, you are a co-heir of God, nothing can destroy you. മനുഷ്യൻ എന്ന നിലയിൽ ചിലപ്പോൾ ഒന്ന് പതറിപ്പോവും, ചിലപ്പോൾ ഒന്ന് ഞെട്ടിപ്പോവും, അയ്യോ എന്താമെന്ന് ചിന്തിക്കും. ആ സമയത്താണ് നിന്റെ കൂടെ നില്ല, നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ പറയും, ഒന്നും ഭയപ്പെടണ്ട, നീ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാ. Oh, such a powerful presence of the Holy Spirit. ഓ എത്ര പരിശുദ്ധാത്മാവിന്റെ Lift up your hands and start worshiping in the Spirit. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ ആത്മാവിൽ ഒന്ന് സ്തുതിച്ചു Just തുടങ്ങുക. worship him in the Spirit. അവനെ ഒന്ന് ആത്മാവിൽ സ്തുതിച്ചാട്ടെ. Oh, what a presence of God. എത്ര മഹത്വമേറിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. As I am speaking, I can see new doors opening up even now in Jesus' name. ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളുടെ മുമ്പിൽ, ഓരോരുത്തരുടെ മുമ്പിൽ വലിയ വാതിലുകൾ, ഉന്നതമായ വാതിലുകൾ തുറന്നു വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. No one can put an obstacle in front of you. നിന്റെ മുമ്പിൽ ആർക്കും ഒരു തടസ്സവും വെക്കാൻ സാധ്യമല്ല. Only the obstacle is in your mind. Break it today and say, I am powerful in Jesus. നിന്റെ മനസ്സിനകത്ത് മാത്രമാണ്, ചിന്തയിൽ മാത്രമാണ് തടസ്സമുണ്ടെന്നുള്ള തോന്നൽ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ മനസ്സിന്റെ കോട്ടയെ പിടിച്ചടക്കിയിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന വാതിൽ വിശ്വാസത്താൽ കണ്ടാട്ടെ. Oh, come on, open your mouth and start speaking in the Spirit. വായ് തുറന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിച്ച, ഹൃദയത്തിൽ നിന്ന് മനസ്സിലുള്ളതല്ല, ഹൃദയത്തിലുള്ളത് ആത്മാവിൽ സംസാരിച്ചാട്ടെ. I can hear the Holy Spirit tell me like this. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നു. That if you are really believing in the word now which is being spoken, you will be amazed. You will be amazed. You will be surprised at what is going to happen in this day. In this day. In this day. Right now something is happening. ഇന്നിവിടെ സംസാരിച്ച വചനം ബുദ്ധിയിലല്ല, വാസ്തവത്തിൽ നീ ഏറ്റെടുക്കുന്നെങ്കിൽ നാളെയല്ല, ഇന്ന് തന്നെ, ഈ ഞായറാഴ്ച ദിവസം തന്നെ അതിന്റെ പ്രവൃത്തി നിന്റെ കണ്ണാലെ നീ കാണും. വിശ്വസിച്ചാട്ടെ, ഉള്ളുകൊണ്ട് കണ്ടാട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം, ആർക്കും പിന്നെ അത് അടയ്ക്കാനൊക്കത്തില്ല. No one will shut that door which I am going to open, and it is already open. അതിപ്പോൾ തന്നെ തുറന്നിരിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിൽ, ഞാൻ കാണുന്ന വാതിൽ വലിയ പൊക്കമുള്ള വാതില, വലിയ പൊക്കമുള്ള വാതിൽ. ഓ, അതിലെ നീ നിവർന്നാ കടന്നു പോകുന്നത്, അതിലെ നീ ചങ്കു വിരിച്ചാ കടന്നു പോകുന്നത്. ഓ, കരം ഉയർത്തി, കരം അടിച്ച് എങ്ങനെയാണോ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ ആരും അടയ്ക്കത്തില്ലത്. Your plan is perfect. Your plan is perfect. Let not the devil cheat you with lies.
wise. നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിൻ്റെതാകിയാൽ നന്മയും പൂർണ്ണതയുമുള്ളതാ. സാത്താൻ നിന്നെ ഇടുക്കരുത്, ചെറുതാക്കരുത്. പൂർണ്ണതയുള്ളതാ, വലിയതാ. That is why the Bible says, fighting a good fight of faith, holding on to eternal life. അതുകൊണ്ടാണ് നിത്യജീവനെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. Sit down, sit down, sit down, sit down. Hallelujah. Your ways are perfectly designed. നിന്റെ വഴികൾ പെർഫെക്റ്റ് ആയിട്ട് ദൈവം നേരത്തെ ഡിസൈൻ ചെയ്തു. Sometimes, you know, we get afraid when people leave us. പലപ്പോഴും ചില ആൾക്കാരെ നമ്മളെ ഒറ്റപ്പെടുത്തി പോകുമ്പോൾ നമുക്ക് അങ്ങ് ഭയങ്കര സങ്കടം വരും. But that was also God's plan. എന്നാൽ ദൈവം വെച്ച ഈ പദ്ധതിക്കകത്ത് ആ പുള്ളി പോണോന്നുള്ളതും കൂടെ ഉണ്ടായിരുന്നു. If he was continuing with you, you won't reach over here. ആ ആള് അന്ന് നിന്നെ അല്പ സഹായമൊക്കെ ആയിട്ട് കൂടെ പറ്റി നിന്നിരുന്നെങ്കിൽ നീ ഇവിടെ വരത്തില്ല. I know that when I came to faith, the whole world was against me. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ മുഴു ലോകവും എനിക്കെതിരായി. If they were for me, I would never pray. അന്ന് അവരെന്നെ ഒന്ന് ചുറ്റി നിന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിക്കത്തില്ല. They taught me to pray. അവരാണ് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചത്. They taught me how to be on my knees. They taught me how to depend on Jesus and Jesus alone. എങ്ങനെ ചൊവ്വേ മുട്ടേ നിൽക്കണം, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണ്, ആ ആശ്രയം എങ്ങനെ ചൊവ്വേ ആശ്രയിക്കാം, ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചത് അവരൊക്കെയാണ്. Now, coming back to the topic. ഇനി ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. Rest means there is nothing more to be done. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്ത് ബാക്കി ചെയ്യാനൊന്നുമില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഉറപ്പാണ്. Healing, സൗഖ്യം done. ചെയ്തു കഴിഞ്ഞു. By the stripes you were healed. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. Doesn't say you are healed. നിങ്ങൾ സൗഖ്യമാകുന്നു എന്നല്ല, സൗഖ്യമായിരിക്കുന്നു എന്ന്. Done. കഴിഞ്ഞു. And my God will supply all your need. Done. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആ സകല ആവശ്യങ്ങളും നൽകി തന്നിരിക്കുന്നു എന്ന്, തന്നു കഴിഞ്ഞു. Everything pertaining to life and godliness already given. Done. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും തന്റെ വാഗ്ദത്തിൽ തന്നു കഴിഞ്ഞിരിക്കുന്നു. തരും എന്നല്ല, തന്നു കഴിഞ്ഞു. If you are thinking by your crying and by your mourning God will do something for you, I have a bad news. There is nothing more to give or do. എൻ്റെ കരച്ചിൽ കണ്ട്, എൻ്റെ തല്ലിയലെ നിലവിളിയും കണ്ട് ദൈവം കനിഞ്ഞിറങ്ങി പ്രവർത്തിക്കുമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി. അങ്ങനെ പരിപാടിയില്ല. ആ ഉദ്ദേശിച്ചതെല്ലാം തന്നു കഴിഞ്ഞു. And that is why you need the Holy Spirit to reveal to you what God has kept for you, so that there will be a holy anger in you. You will resist the devil and say, no, this is not what the word says. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇപ്രകാരം ഒരുക്കി വെച്ചത്, തൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിന്ന് ഇതാണ് നിനക്കുള്ളതെന്ന് കാണിച്ചു തരും. അതുകൊണ്ടാണ് എനിക്കെല്ലാം ഒരുക്കിയത് കൊണ്ട് അതിന് വിരോധമായിട്ട് എന്തെങ്കിലും നടന്നാൽ എന്നിലൊരു ആത്മീയ ഒരു ക്രോധം ജ്വലിക്കും. ആഹാ, ഈ രോഗം എനിക്കുള്ളതല്ല, ഈ പ്രതിസന്ധി ഞാൻ അനുഭവിക്കത്തില്ല, ഇതല്ല എനിക്ക് വെച്ചത് എന്ന് ശക്തിയോടെ പറയും. This is a year of enlargement. ഇത് വിശാലതയുടെ വർഷം. God has spoken that this is year of enlargement. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇത് വിശാലതയുടെ വർഷം. And then he added and said there will be great peace upon you. മാത്രമല്ല നിങ്ങൾക്ക് മഹാസമാധാനവും തരുമെന്ന് In പറഞ്ഞു. righteousness you will be established and no weapon formed against you will prosper. നീതിയിൽ നീ സ്ഥിരപ്പെടുമെന്നും നിനക്കെതിരെ ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കയില്ലെന്നും ഈ വർഷത്തെ സന്ദേശത്തിന്റെ കൂടെയുള്ളതാ. Now the contrary comes up. എന്നാൽ ഈ പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യം ഈ ദിവസങ്ങൾ വന്നു വന്നിരിക്കട്ടെ. And you will say, oh, അത് കേട്ടു പക്ഷെ കണ്ടോ ഇതെല്ലാം നടക്കാൻ. No, when it comes up, that is the time
The Holy Spirit will remind you, this is not what you heard. Come on, resist it, subdue it in Jesus' name. എതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വിശാലത വരാതിരിക്കുമ്പോൾ അയ്യോ ഇത് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഇത് എനിക്ക് മാത്രം നടക്കുന്നില്ല എന്ന് പറയില്ല. മറിച്ച് ആ സമയത്താണ് പരിശുദ്ധാത്മാവ് നിനക്കുള്ളത് റിമൈൻഡ് ചെയ്യും, നിന്നെ ഓർമ്മപ്പെടുത്തും. കുഞ്ഞെ, നിനക്ക് വെച്ചത് വിശാലതയാ, പക്ഷെ എതിരായിട്ട് നീ കാണുമ്പോൾ നീ അവിടെ പതറുകയല്ല ചെയ്യേണ്ടത്. ആത്മാവിലാനോ എതിർത്ത് നിൽപ്പീൻ, അത് നിങ്ങളെ വിട്ട് ഓടിപ്പോവും. That is why അതുകൊണ്ടാണ് in Hebrews 4 they said they also heard the same word, but they did not mix it with faith. I'll tell you, God does not help lazy people. എബ്രായ ലേഖനം 4 അതുകൊണ്ടാണ് പറയുന്നത്, അവരും ഇതുപോലൊരു സദ്വർത്തമാനം കേട്ടിരുന്നു, പക്ഷെ കേട്ടത് അവർ വിശ്വാസത്തോട് കൂട്ടി ഉപയോഗിച്ചില്ല. ദൈവത്തിന്റെ മക്കളെ, വിശ്വസിച്ചൊരു കാര്യം ചെയ്യേണ്ടത് എതിർക്കണം. ഈ മടിയന്മാരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കില്ല. There were so many people when Jesus was ministering, but it was the woman with the blood flow. It was that person with leprosy who resisted their thought, broke that barrier, reached Jesus. They were the one who walked away with the miracle. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പ്രവർത്തിച്ചപ്പോഴും നിരവധി പേരെ നമ്മൾ കാണുന്നുണ്ട്. ചിലരെന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ സാഹചര്യവും അവരുടെ മനസ്സ് പറഞ്ഞതും അവരുടെ മതം പറഞ്ഞതും പല കാര്യങ്ങളുണ്ടെങ്കിലും ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ, ഇല്ല, ഈ സാഹചര്യത്തോട് ഞാൻ അനുരൂപപ്പെടത്തില്ല, സൗഖ്യം എന്റേതാ, ഞാൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് മടിക്കാതെ മുമ്പോട്ട് കുതിച്ചവരാണ് ദൈവവാഗ്ദത്തങ്ങൾ പ്രാപിച്ചത്. When you understand that there is nothing more God has to do, that whatever has been done is in me, today I will start receiving it by faith, fighting it by faith. That is why the Bible says good fight of faith. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എനിക്കിതെല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞു, അത് എനിക്കുള്ളതാ, ഞാൻ അനുഭവിച്ച സമ്മതിക്കത്തുള്ളൊരു വാശി, ആത്മീയ വാശിയുള്ള മക്കളാണ് അവർ. ആത്മീയമായി നല്ല പോർ പൊരുത്, വേണ്ടാത്തതിനെ എതിർത്ത് തോൽപ്പിച്ച് എനിക്കുള്ളത് ഞാൻ അനുഭവിച്ച് അടങ്ങുമെന്ന് പറയുന്നു. That is why in 1 Timothy chapter 6 verse 12 says, fighting a good fight of faith, holding on to eternal life, meaning holding on to the fellowship with Jesus. അതുകൊണ്ടാണ് 1 തിമോഥെയോസിൽ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതും നിത്യജീവനെ പിടിക്കും. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാ. നമ്മുടെ അകത്ത് വന്ന യേശുവുമായി കൂട്ടായ്മയിൽ ഉറച്ചു നിന്നുകൊണ്ട്, അഥവാ കർത്താവിന്റെ കയ്യെ കോളോട് തോർച്ചിരുന്നുകൊണ്ട് എതിര് വരുന്നതിനെ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല, അതിനെ എതിർത്ത് ഞാൻ തോൽപ്പിക്കും. How do you resist the devil? എങ്ങനെയാണ് പിശാചിനോട് എതിർക്കുക? By your word. നിങ്ങളുടെ വാക്കുകളാണ്. That is why the Bible says, fighting a good fight of faith, lay hold, meaning don't leave it, lay hold of eternal life. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചോ, ലേ ഹോൾ, പിടി മുറുക്കി വിടാതെ പിടിക്കുക. Lay hold, പിടിക്കുക, പിടിച്ചുകൊള്ളുക, വിടാതെ പിടിക്കുക. I won't give up. ഞാൻ വിടത്തില്ല. I won't give up. ഇല്ല, ഞാൻ ഇട്ടിട്ട് പോകത്തില്ല. Prosperity is mine. എന്റേതാണ് സമൃദ്ധി, ആരോഗ്യം എനിക്കുള്ളതാ. Lay hold ഞാൻ of. വിടത്തില്ല, എനിക്ക് പിടിച്ചാൽ ഞാൻ പിടിക്കും, കിട്ടും. Lay hold of. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കുക. 90% of new creation, ഇത് ദൈവഹിതമല്ലായിരിക്കും. No, I will not leave this. വിശ്വാസികളിൽ 90% ഇത്രയും പിടിച്ചു നോക്കി, ഇന്ന് നടക്കുന്നില്ല, എന്നെ ദൈവഹിതമല്ലായിരിക്കും എന്ന് പറഞ്ഞ് പോകുന്ന 90% നോ, ഒരിക്കലുമല്ല, ഇതെനിക്കുള്ളത് തന്നെ, ഞാനതിനെ മുറുകെ പിടിക്കും. Do not compromise with your circumstance. നിങ്ങൾക്ക് ഇന്നുള്ളതിലും നിങ്ങളുടെ സാഹചര്യത്തിലും ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പൊരുത്തപ്പെടരുത്. ദൈവം നല്ലവനാണോ അല്ലയോ? അതെ, രണ്ടുപേർ ആമേൻ പറഞ്ഞതിന് സ്തോത്രം. ദൈവം നല്ലവനാണോ? ആമേൻ. കൈയൊക്കെ പൊക്കിയാലും കുഴപ്പമൊന്നുമില്ല. ദൈവം നല്ലവനാ, നല്ലതേ ചെയ്യത്തുള്ളൂ. ദാരിദ്ര്യം നല്ലതാണോ? കടബാധ്യത എനിക്കറിയാം, പ്രശ്നം. ദാരിദ്ര്യം നല്ലതാണോ? അല്ല. അപ്പൊ ദൈവത്തിൽ നിന്നാണോ? ഒരിക്കലും അല്ല. അത്രയും ചിന്തിച്ചാൽ മതി. രോഗം ദൈവത്തിൽ നിന്നാണോ? അല്ല. അപ്പൊ അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ അതിന്റെ ചിന്ത വരുമ്പോൾ തന്നെ
നിക്ക് എൻ്റെ അകത്ത് നിത്യജീവനുള്ള ലേ ഹോൾഡ് ഓഫ്. നിത്യജീവനെ ഞാൻ പിടിക്കും, നീ അവിടെ നില്ല്. That is Jesus. അത് യേശുവാണ്. Eternity is you are having the life of God. ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ അകത്തുള്ളതിന്റെ പേരാണ് നിത്യജീവൻ. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജീവൻ ആണോ? ദൈവത്തിന്റെ ജീവൻ വെളിച്ചമാണോ? Is God's life light? ദൈവത്തിന്റെ ജീവൻ വെളിച്ചമാണോ? അതോ കോൺട്രാക്റ്റ് ഉണ്ടോ പിശാചുമായിട്ട് ദൈവത്തിന്? നിങ്ങളുടെ മക്കൾ തെറ്റുമ്പോൾ കൊട്ടേഷൻ കൊടുക്കുമോ തല്ലാൻ? When we love our children so much, നാം നമ്മുടെ മക്കളെ എത്രയധികം സ്നേഹിക്കുന്നു. how much more God who gave his only son loves us. തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചവൻ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നു. We have faith in men who are today and not tomorrow, but we don't have the faith in God who is eternal, and he showed us his love on the cross. ഇന്നുള്ളതും നാളെ കാണാതെ പോകുന്നതിനുമായ മനുഷ്യനെ അവരൊരു വാക്ക് പറഞ്ഞാൽ എത്ര ധൈര്യം അവരിൽ നമുക്ക്. എന്നാൽ ഇന്നും എന്നും നിലനിൽക്കുന്നവനും ക്രൂശിൽ തന്റെ ജീവൻ അർപ്പിച്ചവനുമായ ദൈവത്തെയും ദൈവപുത്രനെയും നമുക്ക് ആശ്രയിച്ച് അവന്റെ വാക്കിൽ എങ്ങനെ നമുക്ക് മുറുകെ പിടിക്കാതിരിക്കാൻ പറ്റും? I will tell you, people don't follow losers, people follow champions. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ തോറ്റവരെ ആരും പിൻപറ്റാറില്ല, ചാമ്പ്യന്മാരെ പിൻപറ്റുന്നു. അല്ലേ? ഹീറോകളെ അല്ലേ ഫോളോ ചെയ്യുന്നത്? അതോ തോറ്റവരെയാണോ? ഇപ്പം വായിച്ചേ, നന്നായിട്ട് വായിച്ചേ. You are placed, you are called so that you will show how to fight and receive the glory of God, so that the world may know the possibility in Christ. ഈ നല്ല പോർ പൊരുത് നിത്യജീവനെ പിടിച്ച് എങ്ങനെയാ മലയാളത്തിൽ എങ്ങനെയാ ലോകക്കാർക്കത് എങ്ങനെയാ അത് പിടിച്ചെടുക്കാമെന്ന് കാണിച്ചു കൊടുക്കാനായിട്ടാ നിന്നെ ദൈവം നിർത്തി. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി ഭക്തി. അത് 11-ാം വാക്യമാ. വായിച്ചു. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഒന്നുകൂടെ പറഞ്ഞ് എല്ലാരോടും ചേർന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പോര് പൊരുതാന്നാണോ? നല്ല പോർ പൊരുത്. നല്ല പോരെന്ന് പറഞ്ഞാൽ എന്താ? ജയിച്ചത് കഴിഞ്ഞതാ. ഇനി നിങ്ങളൊന്ന് അധ്വാനിക്കുന്ന. It is not that you have to work out something. ഇനി എന്തോ It's all in the mind. You started your life with victory. ഇനി എന്തോ വിജയം നിങ്ങൾ പൊരുതി നേടണ്ട. യേശു ക്രൂശിൽ പൊരുതി നേടി ഒരു വിജയത്തിന്റെ ബോധ്യത്തില് നിങ്ങൾ ഈ ഓട്ടം നടത്തും. Meaning to say, don't leave your ground. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു വിജയത്തിന്റെ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നിന്ന് കാല് പുറകോട്ട് വെക്കണ്ട, ആ തറ നിന്ന് നിങ്ങൾക്ക് പൊരുതാം. That is why the book of Ephesians says, stand. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഉറച്ചു നിന്ന് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ശക്തിപ്പെട്ട് അവിടെ നിൽക്കണം. പിശാചിന്റെ തന്ത്രങ്ങളോ എതിർത്തുവാൻ കഴിയേണ്ടതിന് നിൽപ്പിന്ന. നിങ്ങൾ നിന്നാൽ നിങ്ങളെ നോക്കി ഒത്തിരി പേര് നിപ്പുണ്ട്. ഇവൻ പുറകോട്ട് പോവോ, ഇവൻ തീർന്നു പോവോ, അന്ന് ആ ദ്വീപിൽ എല്ലാവരും ഇപ്പം ചാകും, ഇപ്പം കടിച്ചു, കണ്ടോ എന്ന് നിങ്ങളെ നോക്കി നിൽക്കിയ ആൾക്കാർ. അതേസമയത്ത് ഇഫ് യു ഡോണ്ട് ലീവ് യുവർ ഗ്രൗണ്ട്, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു അടിത്തറയുണ്ട്, ആ അടിത്തറ വിട്ടു പോകാതെ നിന്ന് യു ആർ ബിൽഡ് ഓൺ എ റോക്ക്. നിങ്ങൾ ഒരു മാറിപ്പോകാത്ത പാറമേലാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. എവറിത്തിങ് എൽസ് ഇസ് ടെമ്പററി. ബാക്കിയെല്ലാം മാറിപ്പോകുന്ന. ഇറ്റ് വിൽ ക്രോസ് അവേ. അതെല്ലാം മാറിപ്പോകും. And all those who are looking and criticizing you will join you and say, yes, we knew that you were being a champion. നിന്നെ ഇന്ന് വിമർശിക്കുന്ന എല്ലാവരും നാളെ നീ ഉറച്ചു നിന്ന് കർത്താവ് നിന്നെ മാനിക്കുമ്പോൾ അവര് വന്നിട്ട് പറയും, ഓ അല്ലേലും നിങ്ങൾ ഉയരുമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടും. That is why the Bible says, to which you were called. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, അതിനുവേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടു. And have confessed a good confession in the presence of witness. അതുകൊണ്ടാണ് സാക്ഷികളുടെ മുമ്പാകെ യേശുവിനെ സ്വീകരിച്ച് പറയുന്ന
ഒരു സ്വീകാരം മനുഷ്യരുടെ മുമ്പിൽ അവനെ ഏറ്റു പറഞ്ഞത് നിങ്ങളെ ആകയാൽ അവിടെ കർത്താവ് എനിക്ക് നിർത്താൻ. തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞില്ലേ, അത് പിൻവലിക്കരുത്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇത് പറയുമ്പോൾ അതിന്റെ വിപരീതമായ കാര്യം വന്നാൽ പുറത്തു പോകരുത്. അത് തന്നെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വീകാരം What you started, speak it to the end. ആകയാൽ നീ തുടങ്ങിയത് ഒരു കാര്യം സ്വീകരിച്ച് പറഞ്ഞോണ്ട, ആ സ്വീകാരം മുറുകെ പിടിക്കണം. പറഞ്ഞത് വിടത്തില്ല. പ്രതികൂലം സംഭവിച്ചാലും ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് പറയിപ്പിച്ചത് നടക്കത്തുള്ളൂ. Again I will tell you, വീണ്ടും ഞാൻ പറയാം, the way might be different, but you will reach your destiny. പലർക്കുമുള്ള വഴി ആയിരിക്കത്തില്ല നിന്റെ വഴി. ഒന്ന് ഞാൻ ഉറപ്പ് പറയാം, മുറുകെ നീ എന്ത് പിടിച്ചോ അത് പറഞ്ഞെടുത്ത് തന്നെ നീ എത്തിയിരിക്കും. What you say, that is why the Bible says, what you confessed before a group of witnesses, keep fighting for it and you will see, because God has done it. That is why laboring of faith. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പലരുടെ മുമ്പാകെ നീ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ, സ്വീകരിച്ചു പറഞ്ഞത് നീ അതെ മുറുകെ പിടിച്ചുകൊള്ളുക. And that is why the Bible says in verse 7, അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, this is exactly what Jesus also did. ഈ നല്ല സ്വീകാരമാണ് യേശുവും ചെയ്തത്. He never had double confession. യേശു 2 തവണ മാറ്റി മാറ്റി പറഞ്ഞില്ല. When he said I will be alive, he meant it, and till the last he said I will come back alive. ഞാൻ മരിക്കും, ക്രൂശിക്കപ്പെടും, ഞാൻ വീണ്ടും ജീവിച്ചു വരുമെന്ന് പറഞ്ഞത് സാധ്യതകളൊക്കെ മങ്ങിയപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞില്ല. അവസാനം വരെയും പറഞ്ഞു ഞാൻ 3-ാം ദിവസം ഇറങ്ങി വരും. അവസാനത്തോളം പീലാത്തോസിന്റെ മുമ്പിലും അവൻ ആ സ്വീകാരം കഴിച്ചു. ഹല്ലേലൂയ. ശിഷ്യന്മാരെ എന്നെ പിടിച്ചോണേ. No, he knows that his mission is perfect. യേശുവിന് അറിയാം തന്റെ പിതാവ് ഏൽപ്പിച്ചു വിട്ട ദൗത്യം അത് പൂർണ്ണതയുള്ളതാണ്. He knows തനിക്കറിയാം that Father will not leave him, Holy Spirit will not leave him, that he will come back. That is why till the end his confession was perfect. പിതാവ് തന്നെ വെളിയിൽ കൊണ്ടുവരും, പരിശുദ്ധാത്മാവ് തന്റെ മേൽ വ്യാപരിക്കും, തൻ മഹത്വത്തോടെ വെളിയിൽ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒടുവിൽ പീലാത്തോസിന്റെ മുമ്പിലും താൻ കഴിച്ച സ്വീകാരം മാറ്റി പറഞ്ഞില്ലാതെ തന്നെ നിന്നു. That is why the angel who was guarding the tomb, when the disciples came, the angel said, as he had said, it has happened. അതുകൊണ്ടാണ് ആ കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ട ശിഷ്യന്മാർ ഒരു ദൂതനെ കണ്ടു. ആ ദൂതൻ പറഞ്ഞാണ്, അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. As I am saying this, the Holy Spirit is telling me, ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, this will be your testimony. People in the world will say, as he said, it has happened. നീ പറഞ്ഞതിൽ തന്നെ നിലനിന്നാൽ കുഞ്ഞെ, നിനക്ക് കിട്ടിയ വിശ്വാസത്തിന്റെ അടിത്തറയിൽ കർത്താവിനോട് ചേർന്ന് നീ പറഞ്ഞുവിട്ട വിശ്വാസത്തിന്റെ വാക്കുണ്ടല്ലോ, ഇന്ന് ലോകം നിന്നെ നിന്ദിച്ചായിരിക്കും, നാളെ പറയും അവൻ പറഞ്ഞ പോലെ തന്നെ. നിങ്ങളെ നിന്ദിച്ചവർ, നിങ്ങളെ പരിഹസിച്ചവർ, രക്ഷപ്പെട്ടതില്ലെന്ന് പറഞ്ഞവരുടെ വായിലൂടെ തന്നെ ദൈവം പറയിപ്പിക്കും, അവൻ പറഞ്ഞതുപോലെ തന്നെ ഉയർച്ച, അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രശസ്തരായി, അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ തകർന്നില്ലെന്ന് മാത്രമല്ല, ജപ്തിയാകുമെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവന്റെ വീട് വെച്ചിരിക്കുന്നു. അല്ല, അവൻ പറഞ്ഞതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവനായി തീർന്നിരിക്കുന്നു. ഞാൻ പറയാം, ഈ വർഷം എൻലാർജ്മെന്റ് മാത്രമല്ല, വിസ്മയിക്കുന്ന പകല. You will be amazed. You will be amazed. People, the same people who criticized you, the same people who thought never it will happen, they will confess and say, oh, he said and it has happened as he said. നീയും അത്ഭുതപ്പെടും, നിന്നെ വിമർശിച്ച ജനങ്ങളും അത്ഭുതപ്പെടും. അവരേത് വാഗൊണ്ട് നിന്നെ വിമർശിച്ചോ അതേ വാഗൊണ്ട് തിരിച്ചു പറയിപ്പിക്കും. ദൈവത്തിന്റെ പൈതല് പത്രോസിനുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അത്ഭുതപ്പെട്ടു, അവന്റെ കൂടെയുള്ളവരും അത്ഭുതപ്പെട്ടു, അവനെ വിമർശിച്ചവരും അത്ഭുതപ്പെട്ടു. ആയതുപോലെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ അവൻ നിർവഹിക്കും. Do you believe it? വിശ്വസിക്കുന്നുണ്ടോ? Do
Do you believe it? വിശ്വസിക്കുന്നുണ്ടോ? It will happen to you as you believe. നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കും. Everyone today who are watching me seated here, you have heard it. ഇന്ന് എന്നെ കേട്ടുകൊണ്ട് ഇവിടെ ഇരുന്നവരും ലൈവായി കാണുന്നവരും നിങ്ങളിത് കേട്ടല്ലോ. Mix it with faith. അതിനെ നിങ്ങളുടെ വിശ്വാസവുമായിട്ടൊന്ന് കൂട്ടിക്കുഴച്ചേ. And say, yes, from today I will not go a step back. I will stay on my ground. ഇന്ന് മുതൽ ഞാൻ അതുവിധം കണ്ട ഒരടി പോലും പുറകോട്ട് മാറത്തില്ല. മറിച്ച് എനിക്ക് തന്ന ഒരു അടിത്തറയുണ്ട്, അത് വിട്ട് ഞാൻ മാറത്തില്ല. അവിടെ ഒരു പടി ഞാൻ മുൻപോട്ട് നിൽക്കും. I will build my church and the gate of hell will not prevail. You are the church. No power in hell can stop you. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളൊന്നും അതിനെ തകർക്കത്തില്ല. കുഞ്ഞ്, നീയാണ് ആ സഭ. Lift up your hands and start worshiping in the spirit. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. God willing, I will continue this message. ഈ സന്ദേശം ഞാൻ തുടരാം. I want you to be champions of life. ഓ, ജീവിതത്തിലെ ചാമ്പ്യന്മാരായി നിങ്ങൾ Heavenly തീരണം. Feast, you are a display to the world as champions in Christ. ഹെവൻലി ഫീസ്റ്റ് ക്രിസ്തുവിൽ ചാമ്പ്യന്മാരായി ഈ സഭയും സഭയിലുള്ളവരും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടട്ടെ. Whatever we have spoken, we will enjoy it. നമ്മൾ എന്ത് വാഗൊണ്ട് പറഞ്ഞോ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കും. Billionaires should arise. You believe it, it will happen to you. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ. That is why the end, the Bible, the last verse of after 6:12-17 says, "He will give all things richly to enjoy if you confess." അതുകൊണ്ടാണ് നീ വാഗൊണ്ട് എന്ന് പറഞ്ഞാൽ സകലവും നിനക്ക് ധാരാളമായി ആസ്വദിപ്പാൻ അവൻ തരും. Verse 12 says, "Fight a good fight of faith." 12 പറയുന്നു വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. Verse 17 says, 17 പറയുന്നു "He will give you richly all things to enjoy." ഈ ലോകത്തിൽ ഭൗതികമായ സകലതും ധാരാളമായി ആസ്വദിപ്പാൻ തരും. Riches, സമൃദ്ധിയും ധനവും riches. സമ്പന്നത. I did not say, the Bible says. ബൈബിളാ പറയുന്നത്. People say, oh, prosperity. Yes, this is prosperity. ആൾക്കാർ പറയുന്നത് പ്രോസ്പെരിറ്റി തന്നെയാ പറയുന്നത്. I will preach prosperity. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കും. Because my father is a materialist. കാരണം എന്റെ പിതാവ് ഒരു സമൃദ്ധിയുടെ മെറ്റീരിയൽ കൂടെ പറഞ്ഞവനാ. Some people say, oh, you are talking only prosperity. Yes, I will. ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ സമൃദ്ധി മാത്രമേ. അതെ, ഞാൻ അത് തന്നെ ഞാൻ പറയട്ടെ, കർത്താവിന്റെ മേശയിൽ നമ്മൾ വന്നില്ലേ, ഇപ്പം ദേ വരാൻ പോവാ അല്ലേ? അവനപ്പം എടുത്തു, ഞുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഞാൻ വരുവോളം ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. പാനപാത്രം എടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു. ഞാൻ വരുവോളം. അപ്പം കർത്തൃമേശ വെച്ചിരിക്കുന്ന എന്തിനാ? ഞാൻ വന്നു കഴിഞ്ഞ കംപ്ലീറ്റ് വാഴ്ചയുടെ കംപ്ലീറ്റ് ആകാൻ പോവാ. പക്ഷെ അതുവരെ വാഴണമെങ്കിൽ ഇത് കാണുമ്പോൾ ഓർത്തോണം, ഞാൻ തകർക്കപ്പെട്ടത് നീ തകർക്കാതിരിക്കാനാണ്. Shalom means nothing lacking, nothing broken. ഷാലോം, സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം ഒന്നും കുറവില്ലാത്ത അവസ്ഥ, ഒന്നും തകർച്ചയില്ലാത്ത അവസ്ഥ. That is what happened when he broke the bread. അതാണ് അവൻ തകർത്തപ്പോൾ നമുക്കവൻ സകലവും തരികയായിരുന്നു. ഒന്നും തകർക്കപ്പെടുത്തില്ല, ഒന്നിനും ഒരു ക്ഷാമവും കാണത്തില്ല. ഞാൻ വരവോളം ഓരോ പ്രാവശ്യം മേശയുടെ മുമ്പിൽ വരുമ്പം ഞാൻ പറയട്ടെ, ഒരു പുതിയ സൃഷ്ടിയുടെ പ്രത്യാശ തന്നെ കർത്താവിന്റെ വരവല്ലേ. ഇത് കാണുമ്പോൾ ഞാൻ വരും എന്ന് അല്ല, he knows he will come, but this is a reminder. അവൻ വരുമെന്ന് ഉറപ്പാ. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് എന്നെ ഓരോ തവണ ഓർപ്പിക്കുക, you are perfected in health, you are perfected in riches, you will increase, nothing will be broken, nothing will lack in your life. Remember this when you come to the table. നിന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവരത്തില്ല. നിന്നെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു എന്നതാണ് കർത്തൃമേശയിൽ കാണുന്നത്. And when he took the cup, അവൻ പാനപാത്രം he said, എടുത്തപ്പോൾ, do this as a remember. The blood sanctifies you, the blood redeemed you, the blood set you free from darkness.
The blood speaks good things, not bad things about you. ഇത് രക്തം നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ വീണ്ടെടുത്തു, നിന്നെ നീതീകരിച്ചു. മാത്രമല്ല പിതാവിന്റെ മുമ്പിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ നിനക്ക് വേണ്ടി നന്മ സംസാരിക്കാൻ, നിന്നെ കുറിച്ച് അഴുക്കല്ല ഈ രക്തം സംസാരിക്കുന്നത്. കർത്താവ് വരും നിശ്ചയം. പക്ഷെ അതുവരെ സഭയ്ക്ക് ഒരു വാഴ്ചയുടെ ജീവിതമുണ്ട് ഇവിടെ. അത് ഓർമ്മിപ്പിക്കുക. ഇത് കർത്താവ് വരും നിശ്ചയം. കർത്താവിന്റെ വരവ് ഉറപ്പില്ലാത്തവൻ വിശ്വാസിയല്ല. പക്ഷെ അതുവരെ ഭൂമിയിൽ ഒരു വാഴ്ചയുണ്ട്. അത് വിട്ടുകൊടുക്കരുത്. അതിനാ ധൈര്യം ഈ രക്തം തരുന്നേ. അതിനാ ധൈര്യം ആ കർത്തൃമേശ തരുന്നേ. എല്ലാ കണ്ണുകളും ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ വായിന്ന് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് ശാസിച്ചത് അതിനെ ക്യാൻസൽ ചെയ്തേ. നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഇടുക്കത്തെ പൊട്ടിച്ചേ. ഈ വർഷം വിശാലതയുടെ വർഷമാണ്. ഓ മാറാ ഹസ്യാധുറാബ്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. മക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം നടക്കും. ഇന്ന് പകൽ ബ്രേക്കിംഗ്. ഒരു ഭിത്തി കെട്ടി അപ്പുറത്ത് നിങ്ങളുടെ നന്മ, ഇപ്പുറത്ത് ഭിത്തി കെട്ടി മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് അത് ചവിട്ടി പൊട്ടിച്ചേ. ആ വാശിയോടെ അന്യഭാഷ നല്ല നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ എംപവർഡ് ആകുക. The holy angels work in the word. Today the word has been spoken. When you speak it, the angels will go and prepare a way for you. വിശുദ്ധ ദൂതന്മാർ ദൈവമക്കളുടെ വാക്കിന്മേൽ ക്രിയ നടത്തുന്നവരാ. ആകയാൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് പുറപ്പെട്ട വചനം ദൈവമക്കളെ ഏറ്റെടുത്ത് വായ കൊണ്ട് സംസാരിച്ചാട്ടെ, അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. ദൂതന്മാർ നിന്റെ വാക്കിന്മേൽ ചലിക്കുകയാണ്. You might be sitting over here, but in America the angel will start working. നീ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുകയായിരിക്കും, പക്ഷെ അമേരിക്കയിൽ ദൂതൻ നിനക്ക് വേണ്ടി Might പോയിരിക്കുക. be wherever in the world you have an issue. You are standing here, but in heaven there is no distance. In the spiritual there is no distance. Right now the miraculous is നീ happening. ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയായിരിക്കും, എന്നാൽ അമേരിക്കയിലാകട്ടെ, ലോകത്തിന്റെ അങ്ങേയറ്റത്തായിരിക്കട്ടെ, ആത്മാവിൽ നീ സംസാരിക്കുമ്പോൾ ദൂതന്മാർ അവിടെ ചലിക്കുകയാണ്. കാരണം ആത്മമണ്ഡലത്തിൽ ദൂരങ്ങളില്ല. Oh, open your mouth. വായ് തുറന്ന് And shout in the Holy Spirit. പരിശുദ്ധാത്മാവിൽ ശബ്ദം ഉയർത്തി സ്തുതിച്ചാട്ടെ. Oh, let the victorious sound come out of you today. ഒരു ജയത്തിന്റെ ശബ്ദം അകത്ത് നിന്ന് വെളി വരട്ടെ. Let the shout of victory come today. ഒരു ജയത്തിന്റെ വാഴ്ചയുടെ മുള്ളിൽ നിന്നുള്ള ശബ്ദം വരട്ടെ. Oh, when you are shouting the shout of victory, the devil is afraid of you. ജയത്തിന്റെ ശബ്ദം നിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ സാത്താൻ ഭയം ഓടുകയാ. Oh, the devil trembles at men and women who shout the shout of victory. It is not by might, not by power. It is by the power of the Holy Spirit. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ സാത്താനും അവന്റെ ലോകവും ഞെട്ടി വിറച്ചോടുകയാണ്. നീ സ്തുതിച്ചാട്ടെ ജയത്തോടെ. Everywhere, all over the world, there is a mighty release of the Holy Spirit, mighty release of the power. Everyone over here, everyone listening to me, believe, only believe, and the miraculous will happen. ലോകത്തിലെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു വലിയ ആത്മാവിന്റെ പകർച്ച, ഇന്ന് കേട്ട വചനം അതുപോലെ ക്രിയ നടത്തുന്ന ഒരു ആത്മാവിന്റെ നിറവും പകർച്ചയും ഇപ്പോൾ തന്നെ നിന്റെ മേൽ റിലീസ് ആകുക. Release in Jesus' name. Let every chains be broken. എല്ലാ ചങ്ങലയും പൊട്ടട്ടെ. Let every chains be എല്ലാ broken. ബന്ധനവും അഴിയട്ടെ. Let every hindrance be എല്ലാ broken. തടസ്സമതിലുകളും മാറട്ടെ. Oh, കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവിൽ കരങ്ങളൊക്കെ അടിച്ച് പരിശുദ്ധാത്മാവിൽ break the chain, break the chain, break the chain, break the stronghold, break every imagination. Only good will happen to you. എല്ലാ ഭയത്തെയും മനസ്സിൽ ഉയരുന്ന കോട്ടകളെയും എല്ലാ നെഗറ്റീവ് ചിന്തകളെയും യേശുവിൻ നാമത്തിൽ ഇടിച്ചാട്ടെ. എനിക്ക് നല്ലതേ വരത്തുള്ളൂ. മുന്നേറും ഞാൻ
വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ല എന്റെ ഉള്ളിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാൻ ഒട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. പുതിയ 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 സൃഷ്ടി, പുതിയ സൃഷ്ടിയുടെ ജീവിതത്തിൽ റിവേഴ്സ് ഗിയറുമില്ല, ബ്രേക്കും ഇല്ല. ചവിട്ടി അങ്ങ് വിടുന്നേ. ഒന്ന് പറഞ്ഞേ, നല്ലത് മാത്രം എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. നന്മ മാത്രം, നന്മ മാത്രം എന്റെ ജീവിതം. ചില സമയത്ത് നമുക്ക് ഓർക്കും, അയ്യോ ഇത് തിന്മയാണല്ലോ, ആണ്ട് പ്രതിസന്ധിയല്ല. 2008 കണ്ടാൽ എല്ലാവരും പറയും അയ്യോ മുഴുവൻ തീർന്നു. അല്ല, അതിനകത്തൊരു നന്മയുണ്ട്. സഭ 3 മടങ്ങ് വർദ്ധിച്ചു. അതായിരുന്നു നന്മ. ചിലർ നമ്മളെ വിട്ടേച്ചു പോകും. നമ്മൾ അയ്യോ എന്നാലും പോയാ ഒരു കുഴപ്പമില്ലെന്ന്. യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനി. അതാ എൻ്റെ ധൈര്യം. എന്നെ വിളിച്ചവൻ ഈ ഭൂമിയിൽ എന്നെ അയച്ചത് ഒരു ദൗത്യത്തിനാണ്. അവിടെ എത്തിക്കും, ആരംഭിച്ചവൻ എത്തിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ടത്? മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രശസ്തരാണ്. ആ പറഞ്ഞുകൊണ്ടിരുന്നേ വഴിയൊക്കെ തുറക്കാൻ തുടങ്ങും. അറിയാത്ത വാതിലൊക്കെ തുറക്കും. പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വന്ന് സഹായിക്കും. നമ്മൾ ചിന്തിച്ചവരല്ല, ചിന്തിക്കാത്തിടത്തിൽ നിന്നും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, അൺയൂഷ്വൽ ആയിട്ടുള്ള ആൾക്കാർ, അധികാര സ്ഥാനത്തിരിക്കുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള ആൾക്കാർ വിൽ സെൻഡ് ഫേവർ ടു യു. ഓ, കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞേ. We love you, Jesus. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. We love you, Father. അങ്ങേ സ്നേഹിക്കുന്നു. We are more than conquerors in your love. അങ്ങയുടെ സ്നേഹത്തിൽ, ആ സ്നേഹം കൊണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കുന്നവര്. We are bold to speak all this because we know your love. ഇതെല്ലാം ധൈര്യത്തോടെ പറയാൻ ഞങ്ങൾക്ക് ധൈര്യം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം അറിയുന്നതുകൊണ്ട്. അങ്ങയുടെ ഞങ്ങളോടുള്ള സ്നേഹമാ ഞങ്ങൾക്ക് ഈ ധൈര്യം പ്രസ്താവിക്കാനുള്ളത്. We love